ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിയാസ് ഗാലറി 2.0. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനലിൽ കയറുന്നതെങ്കിൽ ദയവായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ നെഞ്ചിൽ നാളുകളോളം തങ്ങി നിൽക്കുന്ന കഫം നല്ല രീതിയിൽ പുറത്തു പോകാനുള്ള നല്ലൊരു നാട്ടുമരുന്നുമായിട്ടാണ്. ഒരേ ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് നല്ല ആശ്വാസം കിട്ടുന്നതാണ്. അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ഡ്രിങ്കാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് ആവശ്യമെന്ന് നമുക്ക് നോക്കാം. ഒക്കെ ഹോം റെമഡീസ് തന്നെയാണ്, അതുകൊണ്ടൊന്നും പേടിക്കാനൊന്നുമില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഞാനൊരു പാത്രത്തിലേക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം എടുക്കുന്നുണ്ട്. നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തിട്ട് തിളപ്പിച്ചെടുക്കുമ്പോഴേക്കും ഇതൊരു 3/4 ഗ്ലാസ്സോളൊക്കെ ആയിട്ട് കുറയും. അപ്പോൾ നമുക്കിതിലേക്ക് സ്പെഷ്യൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് വെറ്റിലയാണ്. നല്ല നാടൻ വെറ്റില കിട്ടുകയാണെങ്കിൽ അത് തന്നെയാണ് നല്ലത്. അല്ലെങ്കിൽ കടയിൽ നിന്ന് കിട്ടാനില്ല, കടയിൽ നിന്നാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ വെള്ളം അടുപ്പിൽ വെച്ചിട്ട് ചെറുതായിട്ട് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വെറ്റിലയുടെ ഞെട്ടിയെല്ലാം കളഞ്ഞ് കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ട് ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്ത് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരേ ഒരു ഇല മാത്രം മതി കേട്ടോ. ഇല നന്നായി കഴുകിയിട്ട് വേണം വെള്ളത്തിലിടാൻ. കഫക്കെട്ട്, ചെറിയ പനി എന്നിവയ്ക്കെല്ലാം വെറ്റില ഒരു നല്ല മരുന്നാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയൊരു പീസ് ഇഞ്ചിയാണ്. തൊലിയൊക്കെ കളഞ്ഞു വെച്ച ഇഞ്ചി നമുക്ക് ഒന്ന് ചതച്ചിട്ട് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. വെള്ളം ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂണ് ജീരകം കൂടിയും ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകമാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 സ്പൂണ് മല്ലിപ്പൊടിയാണ്. അത് പൊടിക്കാത്തതായാലും കുഴപ്പമില്ല, വെറും മല്ലി മാത്രമാണെങ്കിലും 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ സ്പെഷ്യൽ ഡ്രിങ്കിലേക്കുള്ള മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വെട്ടി തിളയ്ക്കണം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തൊരു ഗ്ലാസ്സിലേക്ക് അരിച്ചെടുക്കാം. 3/4 ഗ്ലാസ്സോളം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഡ്രിങ്ക് നമ്മൾ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് വേണം കുടിക്കാനായിട്ട്. ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ശ്വാസമുട്ടലിനും കഫക്കെട്ടിനും എല്ലാം നല്ലൊരു ആശ്വാസമാണ് ഈ ഡ്രിങ്ക്. ഒറ്റ ദിവസം കൊണ്ട് തന്നെ നല്ല ആശ്വാസം കിട്ടുന്ന, തികച്ചും ഹോം റെമഡീസ് മാത്രം ചേർത്തുണ്ടാക്കുന്ന നല്ലൊരു ഡ്രിങ്കാണിത്. അപ്പോൾ വിട്ടുമാറാത്ത ചുമ, ജലദോഷം, ശ്വാസമുട്ടലൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. തികച്ചും യൂസ്ഫുള്ളായി തോന്നിയാൽ ലൈക്കും ഷെയറും ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.